ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 22ാമത്തെ ക്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വി നെക്കിൻ്റെ കോളർ കുർത്തിയാണ് കട്ട് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ കോളർ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. അപ്പം ആദ്യം ഞാനിതിൻ്റെ ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ്ട് 2 പീസ് ഇതാണ്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇട്ടിട്ടുണ്ട്. ഒന്നിന് മീതെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഷോൾഡർ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി തയ്ച്ച് പോകാമേ. അതുപോലെ ഈ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വേണ്ട ഷോൾഡർ സ്റ്റിച്ച് ചെയ്തേ. ഇനി ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വി നെക്കല്ലേ. ആദ്യം നമുക്ക് ഈ തുണിയെ ഇതുപോലെയൊന്ന് വെക്കാം. ഇതുപോലെയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ തുണിയുടെ ഇത് കണ്ടോ, നമ്മൾ വീനക്ക് കട്ട് ചെയ്തതിൻ്റെ ഇവിടെ ഈ കോർണറും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഇതുപോലെ ഇങ്ങനെ കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച് ഈ കോളറിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി തേച്ച് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ട് തേച്ച് വെച്ചു. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഒട്ടിക്കുകയോ എന്തുവേലും ചെയ്യും. ഞാൻ പക്ഷേ ഇതിനകത്ത് ക്യാൻവാസ് ഒട്ടിച്ചിട്ടില്ല. എന്നിട്ട് ഇതിനെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം. ഇതിലധികമുള്ള ഭാഗം ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കളയാമെന്ന്. ഇതുപോലെ നമ്മൾ ഇനിയിപ്പം ഇതുപോലെയാണ് തയ്ക്കുന്നത്. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി ഇതുവഴി ഇങ്ങനെ താഴോട്ട് വരണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഈ ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പം സൂചി ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണേ, ഇല്ലെങ്കിൽ അവിടെ ചുളിവ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം എപ്പോഴും ഇങ്ങനെ താഴോട്ട് നീണ്ടു കിടക്കണം. കോളറിൻ്റെ ഭാഗത്ത് തുണി എപ്പോഴും കൂടുതൽ കിടക്കണം. കാര്യം ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കേണ്ട തുണിയാണ്. അതുകൊണ്ടാണേ. നമുക്കിനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ ആവുമ്പം നമ്മളിങ്ങനെ സൂചി ഒന്ന് കുത്തി നിർത്തും. എന്നിട്ട് ഇതിന് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. അതുപോലെ ഇവിടെ എത്തുമ്പോഴും നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തുണിയെ തിരിച്ചു കൊടുക്കും. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തി കൊടുക്കും. കെട്ടിട്ട് നമ്മളതിന് എടുത്തു. ഇനി ഇതിൻ്റെ ഉൾവശം ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം.
ഉണ്ട്, എല്ലാ സൈഡും കട്ട് ചെയ്തിട്ട് കൊടുക്കണേ. അകത്ത് തുണിയിൽ കൊള്ളരുതേ. നമുക്കെന്ത് ഈ കോളറിനെ ഒന്ന് പതിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ച് പതിച്ചടിക്കുകയോ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പീസ് വെച്ചിട്ട് ഇങ്ങനെ പീസ് വെച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പതിച്ചടിച്ച് കൊടുക്കുകയോ ചെയ്യുന്നത്. നമ്മുടെ നെക്ക് ഇങ്ങനെ വരുന്നത്, കോളർ ഇങ്ങനെ വരുന്നത്. അപ്പം ഈ ബാക്ക് സൈഡ് നമ്മൾ അടിക്കാൻ സമയത്ത് ഈ കിടക്കുന്ന പീസ് ഇങ്ങനെ വെച്ച് വേണം പതിച്ചടിക്കാൻ. ഈ പീസ് ഇങ്ങനെയാണ് തയ്ച്ച് വരേണ്ടത്. അപ്പം തിരിച്ച് വെച്ച് വേണം നമ്മൾ പതിച്ചടിക്കേണ്ടത്. അപ്പം ഇതിനെ നമുക്ക് ആദ്യം ഇതിൻ്റെ കോർണർ പോലെയാണ് നമുക്കിതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം. ഈ പീസിനെ നമുക്ക് ഇതുപോലെ നോക്കാം. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ പീസ് ഇങ്ങനെ വെച്ച് നമ്മൾ ആക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ മറു സൈഡും നമ്മൾ ഇതിനുള്ളിലോട്ട് ഈ പീസിനെയും കൂടെ നമ്മൾ ഇതിനെ ഉള്ളിലോട്ട് ആക്കി. ഇത് കണ്ടോ, ഇതിൻ്റെ 2 പീസും നമ്മൾ ഉള്ളിലോട്ടാക്കി കൊടുത്തപ്പോൾ ഇത് കണ്ടോ, ഈ പീസ് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതിനെ നമ്മൾ ഇങ്ങനെ കൈവച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇപ്പം നല്ല ഷേപ്പായില്ലേ? ഇവിടെ നോക്കാം, നമ്മുടെ വീനക്ക് നല്ല ഭംഗിയായില്ലേ? ഇനി നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പതിച്ചടിച്ച് ഇങ്ങനെ പതിച്ചടിച്ച് വട്ടത്തിൽ നമ്മൾ പതിച്ചടിച്ച് വരും. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി എടുത്ത് കാണിക്കാം. ഇത് നമ്മൾ തയ്ച്ച് വെച്ച കോളർ തയ്ച്ച് 2 പീസ് ഇങ്ങനെ നമ്മൾ റൗണ്ടിന് നമ്മളിങ്ങനെ കോളർ തയ്ച്ച് വന്നു. ഇനി നമ്മൾ ഈ പീസിനെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കും. വെച്ച് ഉള്ളിലോട്ട് നമ്മൾ ഇങ്ങോട്ട് ചരിച്ച് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് നമ്മൾ ഈ പീസിനെ ഇങ്ങോട്ടാണ് വെക്കുന്നത്. ഈ പീസിനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വെച്ച് കൊടുത്തു. വെച്ച് കൊടുത്തു. അപ്പം വെച്ച് കൊടുത്തിട്ട് നമ്മളിതേ ബാലൻസ് ഇത് കണ്ടോ, ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വിട്ടില്ലേ, അത് മുകളിലോട്ട് വന്ന് ഇരിക്കുന്നതേ കണ്ടോ. ഇതിനെ നമ്മൾ താഴെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിന് മീതെ കൂടെ ഇങ്ങനെ പതിച്ചടിച്ച് പോകും. ഇനി നമുക്കൊന്ന് പതിച്ചടിച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ വീനക്കിൻ്റെ കോളർ കുർത്തിയെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാവും. കാര്യം കോളർ ശരിയായില്ലല്ലോ എന്നുള്ള ഇതിൽ. ഇത് തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ സൂചി കുത്തി പതുക്കെ ഇവിടെ വന്ന് നമ്മളിനി ഇതിന് സൂചി തിരിച്ച് ഇനി ഇതിനെ ഒന്ന് പതിച്ചു കൊടുക്കും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ പതുക്കെ ഇത് കണ്ടോ, നമുക്ക് പതുക്കെ ഈ തുണി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഈ പീസ് അകത്തോട്ട് മടക്കി വെക്കണം, നല്ലത് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അകത്ത് നമ്മൾ മടക്കി വെച്ചാണ് അവിടെ പതിച്ച് പോകുന്നത്. അകത്തോട്ടാക്കി കൊടുക്കും. ഇനി ഇവിടെ വന്നിട്ട് ഇനി താഴോട്ടതുപോലെ നമുക്കിനി കെട്ടിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേസ്റ്റ് വന്നതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ തയ്ച്ച വീനക്ക് കാണണ്ടേ? നമ്മൾ തയ്ച്ച വീനക്ക് നോക്കാം, കണ്ടോ?
ഇത് കണ്ടോ, നമ്മൾ തയ്ച്ച വീനക്കാണേ. ഇനി നമ്മൾ സാധാരണ ചുരിദാർ പോലെ ബാക്കിയെല്ലാം കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതാ ഇങ്ങനെ വരും. ഇനി നമുക്ക് സാധാ കുർത്തി തയ്ക്കുന്ന പോലെ എൻ്റെ സ്ലീവ് അടിച്ചെടുക്കാം. ദാണ്ട് സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈ ഒന്ന് എടുത്ത് വെട്ടി കൊടുക്കാം. കൈക്കുഴിയുടെ ഭാഗം ഒന്ന് വെട്ടി കൊടുക്കാവേ. ഇതാണ്ട് കൈക്കുഴിയുടെ ഭാഗം കുറച്ചൊന്ന് എടുത്ത് വെട്ടിക്കൊടുത്തേ. ഇനി നമുക്ക് ഇതിന് അത് യോജിപ്പിച്ച് കൊടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാണ്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്ലീവ് വെച്ച് പോകുമ്പം ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് വരിക. ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നിന്ന് ആദ്യം ഇങ്ങനെ വെച്ച് പോകണം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് പോകണം. എനിക്കിപ്പം സൗകര്യം ഇങ്ങനെ വെച്ച് തയ്ക്കുന്നത്. ഞാനതുകൊണ്ട് ഇവിടെ സെൻറ്റർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആണ് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷേ ഇത് ബുദ്ധിമുട്ടുള്ളവർ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറു സൈഡിലോട്ട് വെച്ച് കൊടുക്കണേ. സ്റ്റിച്ചിങ്ങിൻ്റെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് പുതിയതായിട്ടുള്ളത് അടുത്ത മാസം സ്റ്റാർട്ടിങ് ആവുന്നുണ്ട്. അപ്പം അതിനകത്ത് ചേരാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ താഴെ ഞാൻ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലൗസും ചുരിദാറുമാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രോക്കൊക്കെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ബ്ലൗസും ചുരിദാറും എല്ലാം എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട്, ബ്ലൗസാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതിന് മാത്രമായിട്ട് നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ അത് തുടങ്ങും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കാം. ഞാനിത് 2 അടി അടിച്ച് വന്നേ. ഇനി നമുക്ക് ഈ സ്ലീവ് കൂടെ വെച്ച് കൊടുക്കാം. സ്ലീവ് നമുക്ക് ഒരടിയും കൂടെ അടിച്ചെടുക്കാവേ. 2 തയ്യലിട്ട് അങ്ങ് എടുക്കാം. സ്ലീവ് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സ്ലീവ് വണ്ണും എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ച് താഴോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴോട്ട് ഷേപ്പ് ചെയ്താൽ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിരുന്നു ഇട്ടിരുന്നത്. ഇതാ ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തി കൊടുത്തേ. സ്ലിറ്റ് അടിക്കാനുള്ളതല്ലേ, ഇതിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് പോരാവേ.
നമുക്ക് ഈ സൈഡും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ഈ സൈഡ് ആ സൈഡ് ഞാൻ ഈ സൈഡ് ഇവിടെ നിന്ന് തന്നെ അടിച്ച് പോവാം. ഇവിടെ സ്ലീറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്തു. നമ്മൾ 2 അടി അടിച്ചെടുത്തേ. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി സ്ലിറ്റ് തയ്ക്കേണ്ടത് നമ്മളിവിടുന്ന് താഴേന്ന് ഒരേ അളവിന് ഇത്രയും ഒന്ന് മടക്കി, അത് കഴിഞ്ഞ് ഒന്നും കൂടെ നമ്മൾ മടക്കി കൊടുക്കും. 2 മടക്കി എന്നിട്ട് നേരെ ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ലിറ്റാണ് ഞാൻ വെട്ടിയിരുന്നത്. അതുകൊണ്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ച് വരും. അല്ലാതെ ഇത്തിരി ചരിഞ്ഞൊക്കെ വരുവാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ മുട്ടുസൂചി കുത്തി താഴെ വരെ പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തയ്ച്ചു തുടങ്ങണം. അപ്പം ചുളിവൊന്നും വരാതെ സ്ലിറ്റ് കിട്ടും ആദ്യം തുടക്കത്തിൽ. പിന്നെ നമ്മൾ തയ്ക്കുന്നതിനനുസരിച്ച് അത് വന്നോളൂ. തുടക്കത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മുട്ടുസൂചി തയ്ച്ച് വയ്ക്കുകയോ ചെറിയതായിട്ടൊന്ന് തയ്യലിട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. ഇത് കുർത്തിയുടെ ആയതുകൊണ്ട് ഈ സ്ലിറ്റ് എൻ്റെ അരിക്ക് ഞാനിപ്പോൾ ഒറ്റ തയ്യലേ ഞാൻ ഇടുന്നുള്ളൂ. ഇതുപോലെ ഒരു തയ്യലേ ഞാൻ ഇടുന്നുള്ളൂ. ഒരു റെഡിമെയ്ഡ് തയ്യൽ പോലെ ഞാൻ അടിച്ചു പോവാണേ. അതുകൊണ്ട് ഒറ്റ തയ്യലേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. 2 സൈഡിൽ ഞാൻ ഇടുന്നില്ല. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇവിടെ ഇനി ഞാൻ ഇവിടെ ഈ സ്ലിറ്റ് നമുക്ക് തുടങ്ങുന്ന ഭാഗത്ത് ഒരു ചെറിയ പീസ് വെച്ച് ഈ റെഡിമെയ്ഡ് കുർത്തിയിലൊക്കെ വരുമ്പോൾ ഒരു ചെറിയ പീസ് അവിടെ വെച്ച് ജോയിൻറ്റ് ചെയ്തിരിക്കത്തില്ലേ, അത് പഠിപ്പിച്ചു തരാവേ അടുത്ത ക്ലാസ്സിൽ. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണേ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. എൻഡ് ഭാഗം അടിഭാഗമേ. ഇനി ഇതിൻ്റെ ഈ സൈഡിലൂടെ അടിക്കണം. ഈ സൈഡ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് ഇവിടെ മടക്കി അടിച്ചില്ലേ, ഇവിടെ നിന്ന് വേണം മടക്കാൻ. അതൊന്ന് നോക്കിയിട്ട് വേണം മടക്കാനേ. ഇവിടെ എത്താറാവുമ്പം ഈ സൈഡും കൂടെ നോക്കണേ. അങ്ങനെ അല്ലെങ്കിൽ ഒരു സൈഡ് കയറി കിടക്കും, ഒരു സൈഡ് ഇറങ്ങി കിടക്കും. 2 സൈഡ് ഒരുപോലെ നോക്കിയിട്ട് വേണം നമ്മൾ മടക്കി അടിക്കാൻ. നമ്മളെ കുർത്തി നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. വീനെക്ക് കോളർ കുർത്തിയാണ് നമ്മൾ തയ്ച്ചത്. ഇതിന് ഞാനൊന്ന് ഇതിൽ നിങ്ങളും ഇതുപോലെ തയ്ച്ച് നോക്കണം. ഇതിനെ ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്ത വീനെക്ക് കോളർ കുർത്തി. അപ്പം കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തത്. വീനെക്ക് കണ്ടോ,
ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാമേ. ഓക്കെ.